സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തില് മോശയോട് യഹോവ അരുളി ചെയ്തൊരു പദം ഇങ്ങനുണ്ട്: സകല ഗോത്ര പ്രഭുക്കന്മാരുടെ 12 വടി സാക്ഷ്യ കൂടാരത്തിനകത്ത് കൊണ്ടുവെക്കണം. എല്ലാവരുടെയും വടിയുടെ മേൽ അവരുടെ പേരുകൾ എഴുതണം. എന്നാൽ അഹരോന്റെ പേരെഴുതിയ ഒരു വടി അതിനകത്ത് വെക്കണം. ലേവി ഗോത്രത്തിന്റെ വടി. ഹല്ലേലൂയ. എന്തിനാണ്? ഞാൻ തെരഞ്ഞെടുക്കുന്നവന്റെ വടി എന്തായി തീരുമെന്ന്, ഞാൻ തെരഞ്ഞെടുക്കുന്നവൻ ആരാണെന്ന് അറിയുവാൻ. ഹല്ലേലൂയ. എല്ലാ ഗോത്രത്തിന്റെയും വടികൾ നിരത്തി വെക്കുമ്പോൾ ഏറ്റവും ചെറിയ ഗോത്രത്തിന്, ലേവി ഗോത്രത്തിന്റെ വടിയും അവിടെ കൊണ്ടുവച്ചു. ഹല്ലേലൂയ. നിരത്തി വെച്ച വടികൾക്ക് എന്താ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. എല്ലാ ഗോത്രങ്ങളുടെയും വടികൾ നിരത്തി വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ലേവി ഗോത്രത്തിൻ്റെയും വടി കൊണ്ടുവച്ചു. എന്താ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കത്തില്ലെന്ന് ഹല്ലേലൂയ ലോകം വിധി എഴുതിയപ്പോൾ യഹോവ പറഞ്ഞു, ഇല്ല, ഞാൻ തെരഞ്ഞെടുക്കുന്നവൻ ആരാണെന്ന് ഇതിനകത്തു നിന്ന് ഞാൻ തെളിയിക്കാൻ പോകുകയാണ്. സകലരും ഒരുപക്ഷെ പറയും, നിന്റെ ഗോത്രം ചെറിയതാ, ഹല്ലേലൂയ, നിന്നെ കൊണ്ട് കൊള്ളത്തില്ല, ഹല്ലേലൂയ, നിന്നെക്കൊണ്ട് കഴിവില്ല, നിനക്ക് പ്രാപ്തിയില്ല, ഹല്ലേലൂയ, നിനക്കൊരു ഉയർച്ചയില്ല. പക്ഷെ സ്വർഗം പറയും, ഇല്ല, ഹല്ലേലൂയ, നീ ചെറിയതാണെങ്കിലും നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ വടി തളിർക്കും. ഹല്ലേലൂയ. ഒറ്റ രാത്രി കൊണ്ട് ഹല്ലേലൂയ സകല വടികളും നോക്കിയിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് തെരഞ്ഞെടുത്തവന്റെ, യഹോവ തെരഞ്ഞെടുത്തവന്റെ വടി തളിർത്ത് പൂത്ത് അതിനകത്തു നിന്ന് ഫലം പുറപ്പെട്ടെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് വിളിച്ചു പറയട്ടെ. ആരെല്ലാം ചേർന്ന് തളിർക്കത്തില്ലെന്ന് പറഞ്ഞാലും, ആരെല്ലാം ചേർന്ന് നിന്നിൽ നിന്നൊരു മുള വരത്തില്ലെന്ന് പറഞ്ഞാലും, ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നിന്റെ അകത്ത് ഒരു ഫലമുണ്ടാകും. ഹല്ലേലൂയ. ദൈവം നിന്നെ കണ്ടതാണെങ്കിൽ ഒരു ഫലം നിന്നിൽ നിന്ന് വരത്തില്ലെന്ന് നാട്ടുകാരും വീട്ടുകാരും ആരെല്ലാം ചേർന്ന് ഒരുമിച്ച് വിധി എഴുതി നിനക്കെതിരെ സർട്ടിഫൈസ് ചെയ്താലും സ്വർഗം പറയും, ഇല്ല, അവനെ ഞാൻ തളിർപ്പിക്കാൻ തുടങ്ങുകയാ. ഇന്ന് രാത്രി ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, നീ തളിർക്കാൻ തുടങ്ങുന്ന സീസണാണ്, നീ തളിർക്കാൻ തുടങ്ങുകയാ. ഈ 6-ാം മാസം ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ചിലരുടെ വടിയെ സ്വർഗം തളിർപ്പിക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. സകലരും നോക്കി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്നെ കാണുമ്പോൾ എന്ത് സംഭവിക്കുന്നെന്ന് കാത്തു നിൽക്കുന്നവരുടെ മുന്നില്, ഹല്ലേലൂയ, നിനക്ക് എന്താ ഉണ്ടാകുന്നെന്ന് അറിയാൻ ഹല്ലേലൂയ നോക്കി നിൽക്കുന്നവരുടെ മുന്നില് ഇന്ന് രാത്രി ഞാൻ പറയാം, ഹല്ലേലൂയ, ചിലത് കാണാൻ റെഡിയായിക്കൊള്ളാൻ, ഹല്ലേലൂയ, ചിലത് തളിർക്കാൻ റെഡിയാകട്ടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയാം, ഒരു തളിർപ്പിന്റെ സീസൺ നിനക്ക് വേണ്ടി റെഡിയാകുകയാ. ഒരു തളിർപ്പിന്റെ സീസൺ നിനക്ക് വേണ്ടി റെഡിയാകുകയാ. ഹല്ലേലൂയ. ഒരുപാട് മണിക്കൂറുകൾ നീ വെയിറ്റ് ചെയ്യണ്ട, ഒരുപാട് ദിവസങ്ങൾ നീ വെയിറ്റ് ചെയ്യണ്ട, ഹല്ലേലൂയ, ഒരുപാട് കാലങ്ങൾ നീ വെയിറ്റ് ചെയ്യണ്ട. ഒറ്റ രാത്രിക്കകത്ത്, ഹല്ലേലൂയ, ഒറ്റ രാത്രിക്കകത്ത് അഹരോന്റെ വടി തളിർത്ത് പൂത്ത് അതിനകത്തു നിന്ന് ഫലം പുറപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി ഹല്ലേലൂയ ഈ ദൂത് വിളിച്ചു പറയുന്നു, ചിലത് തളിർക്കാൻ തുടങ്ങുകയാണ്. അടുത്ത ചില മണിക്കൂറുകൾക്കകത്ത് ഈ ദൂത് ആത്മാവിൽ സ്വീകരിക്കുവാൻ എത്ര ദൈവജനം തയ്യാറാണ്? കരമടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി ഒരു തളിർപ്പ്, നിങ്ങൾക്ക് വേണ്ടി ഒരു തളിർപ്പ് എൻ്റെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങേ തലയ്ക്കൽ ഹല്ലേലൂയ നീ കേൾക്കുന്നത് ഒരു പക്ഷേ തളിർക്കത്തില്ലെന്നുള്ളതായിരിക്കാം, ഫലമുണ്ടാകത്തില്ലെന്നായിരിക്കാം, പ്രയോജനമില്ലെന്നായിരിക്കാം. കേട്ടോട്ടെ, പക്ഷെ അപ്പുറത്ത് നിനക്ക് വേണ്ടി ഒരു തളിർപ്പ് മുള പൊട്ടിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി അത് ആത്മാവിൽ സെൻസ് ചെയ്യുന്ന എത്ര ദൈവജനമുണ്ട്? ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ വിശ്വസിക്കുക, എന്റെ വടി തളിർക്കാൻ പോകുകയാ. കർത്താവ് എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ വടി തളിർക്കും.
ആരും തളർക്കാൻ ഹല്ലേലൂയ ഒന്നും ചെയ്തില്ലെങ്കിലോ, ആരും നിനക്ക് വേണ്ടി കരുതിയില്ലെങ്കിലോ, സ്വർഗം നിനക്ക് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ തളിർപ്പിന് വേണ്ടിയുള്ളത്, നീ തളിർക്കുവാൻ വേണ്ടിയുള്ളത് സ്വർഗത്തിലെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നിട്ട് പറ, എന്റെ വടി തളിർക്കാൻ പോകുകയാ. ഈ 6-ാം മാസം പൂർത്തിയാകുന്നതിന് മുന്നേ ചില മേഖലകളിൽ ഞാൻ തളിർക്കാൻ തുടങ്ങുകയാണെന്ന്, ചില മേഖലകളിൽ ഞാൻ ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങുകയാ, ചില മേഖലകളിൽ ഞാൻ പണിയാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. ആരൊക്കെയോ ചേർന്ന് തളിർപ്പിനെ വെട്ടിക്കളഞ്ഞത്, ആരൊക്കെയോ ചേർന്ന് എന്നെ ഇല്ലാതാക്കിയത്, ഇന്ന് രാത്രി എന്റെ സ്വർഗം അതിനെ തിരുത്താൻ തുടങ്ങുകയാ. ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ, പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ഒരു മുള പൊട്ടാൻ തയ്യാറായിക്കോ, ഒരു തളിർപ്പിനായി തയ്യാറാക്. ഹല്ലേലൂയ. ഒരു തളിർപ്പിനായി 12 വടികൾക്കകത്തു നിന്ന് ഒരെണ്ണം പൊങ്ങി വന്നതുപോലെ, ഒരെണ്ണം തളിർത്തതുപോലെ, ഒരെണ്ണം പൂത്തതുപോലെ, ഒരെണ്ണം കായ്ച്ചതുപോലെ, ഹല്ലേലൂയ, നിന്നെയും നിന്റെ കുടുംബത്തെയും ഇന്ന് രാത്രി സ്വർഗം തളിർപ്പിക്കാൻ തുടങ്ങുകയാ. നിന്റെ തലമുറയെ നോക്കി തളിർക്കത്തില്ലെന്ന് പറഞ്ഞവർ കാണുക, കർത്താവ് ചിലത് തെളിയിക്കാൻ തുടങ്ങുകയാ. നിന്റെ കുടുംബജീവിതത്തെ നോക്കി തളിർക്കത്തില്ലെന്ന് പറഞ്ഞവർ കാണുക, കർത്താവ് ചിലത് തെളിയിക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. നിന്റെ വിദ്യാഭ്യാസത്തെ നോക്കി ഒരു വർഗത്തിൽ എത്തത്തില്ലെന്ന് പറഞ്ഞവർ കാണുക, കർത്താവ് ചിലത് തെളിയിക്കാൻ തുടങ്ങുകയാ. ഈ ദൂത് സ്വീകരിക്കുന്നവർ ഹല്ലേലൂയ എത്ര പേര് ഇന്ന് രാത്രി എന്നോട് ചേർന്ന് പറയും, ഹല്ലേലൂയ, എന്റെ വടി ഹല്ലേലൂയ തളിർക്കാൻ തുടങ്ങുകയാ.